ലാലേട്ടൻ്റെ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു കംബാക്കാണ് തുടരും. അതെ, കംബാക്ക് എന്നല്ല, ഒരു ഫാൻ ബോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി എന്നുള്ളൊരു അതിനു മുമ്പ് എമ്പുരാൻ ഉണ്ടായിരുന്നു. ബട്ട് അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ റിയൽ കംബാക്ക് ഐ വുഡ് സേ തുടരുമെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. വി ഹവ് സീൻ ഓൾഡ് ലാലേട്ടൻ. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് വില്ലൻ എന്നുള്ള ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ജോസ് സാറിന് ബെസ്റ്റ് ഡെബ്യൂ ആണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലത്തെ ഒരു ഡെബ്യൂ. വളരെ അതെ, ആ ഹലോ എന്നുള്ള വിളി തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഒരു ട്രോമയായി പടം അറിയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹലോ എന്നുള്ള വിളി. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടർ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ക്യാരക്ടർ എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിന്റെ ക്യാരക്ടർ സ്കെയിൽ അങ്ങനെ വെച്ചേക്കണം. ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പുള്ളി ഹലോ എന്ന് വിളിക്കുമ്പോൾ ആ ഹലോയുടെ അർത്ഥം എന്താ നമുക്ക് ആദ്യം കണക്ട് ആവില്ല. പിന്നെ ആ പോയി ആ അവസാനം ശോഭനെ നോക്കി ഹലോ എന്ന് വിളിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന നമുക്ക് ബാറ്റ്മാനിലെ വില്ലിന്റെ ഒരു സാധനം വരുന്നു. ആ ഒരു റേഞ്ചിലാണ് പുള്ളി ആ സാധനം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അതൊരു കംപ്ലീറ്റ് മോഹൻലാൽ സെലിബ്രേഷൻ ആയിരുന്നു. മോഹൻലാലിന്റെ എല്ലാവരും ആഘോഷിച്ച ഒരു സെലിബ്രേഷൻ ആയിരുന്നു.